ഇറാൻ യുദ്ധം അവസാനിച്ചുവെന്ന് ആഴ്ചകൾക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞപ്പോൾ പലരിലും ഉയർന്ന ചോദ്യം ഈ യുദ്ധം എന്തിനായിരുന്നുവെന്നാണ്. ഇടക്കാല ധാരണാപത്രം അഥവാ സമാധാനത്തിലേക്ക് നീങ്ങാനുള്ള സന്നദ്ധത വെളിവാക്കുന്ന ഒരു കരാർ കൂടി ഒപ്പിട്ടപ്പോൾ ആ സംശയം ഇരട്ടിയായി. കഷ്ടപ്പാടുകൾക്ക് നടുവിൽ നട്ടം തിരിഞ്ഞു നിന്നിരുന്ന ഇറാനെ ആക്രമിച്ച ശേഷം ഒരു താലത്തിൽ സമ്മാനങ്ങൾ നിറച്ചു കൊടുക്കുന്നതായി ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ. അതിൽ ആദ്യത്തേത് തന്നെ ഇറാൻ ആവശ്യപ്പെട്ടതുപോലെ ലെബനനിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ആക്രമണം ഉണ്ടാകില്ല എന്നതാണ്. ഇത് എന്നേ നിർത്തേണ്ട യുദ്ധമെന്ന് ചിലർ പറയുമ്പോൾ യുദ്ധം തന്നെ എന്തിനായിരുന്നു എന്ന മറുചോദ്യവും പലരും ഉന്നയിക്കുന്നു. ഈ വികാരം അമേരിക്കയിലും ശക്തമാണ്. അടുത്തിടെ അമേരിക്കയിൽ നടത്തിയ ഒരു പൊതുജന സർവേയിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്നായിരുന്നു 75% പേരുടെയും അഭിപ്രായം. അതിന്റെ പ്രതിഫലനം US സെനറ്റിലും പ്രകടമായി. ഇറാനെതിരായ അമേരിക്കൻ സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള യുദ്ധാധികാര പ്രമേയം US സെനറ്റ് പാസാക്കി. കോൺഗ്രസിന്റെ അനുമതിയില്ലാത്ത യുദ്ധം തുടരാനാകില്ല എന്ന പ്രമേയം 48-നെതിരെ 50 വോട്ടുകൾക്കാണ് പാസ്സായത്. പ്രമേയത്തെ ഡെമോക്രാറ്റുകൾക്കൊപ്പം 4 റിപ്പബ്ലിക്കൻ സെനറ്റർമാരും പിന്തുണച്ചു എന്നതും ശ്രദ്ധേയം. പ്രസിഡന്റിന്റെ യുദ്ധാധികാരം പരിമിതപ്പെടുത്തുന്ന പ്രമേയം ജനാധിപത്യത്തിലെ അനിവാര്യ നടപടിയാണ് എന്ന സന്ദേശമാണ് നൽകുന്നത്. ആഴ്ചകൾക്ക് മുൻപ് ജനപ്രതിനിധി സഭയും ഈ പ്രമേയം പാസാക്കിയിരുന്നു. അന്നും ട്രംപിന്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചിലർ ട്രംപിന്റെ അധികാരങ്ങൾക്ക് കടിഞ്ഞാണിടുന്ന പ്രമേയത്തെ അനുകൂലിച്ചിരുന്നു. ഇത് 10ാം തവണയാണ് വാർ പവേഴ്സ് സൊല്യൂഷൻ സെനറ്റിൽ അവതരിപ്പിച്ചത്. ഇത്തവണയാണ് പക്ഷേ റിപ്പബ്ലിക്കൻ സെനറ്റർമാരുടെ കൂറുമാറ്റം കൊണ്ട് പ്രമേയം പാസ്സായത്. പ്രമേയത്തിന് പ്രസക്തിയില്ല എന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. കാരണം യുദ്ധം അവസാനിച്ചതായി ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് ആരുടെയും അനുമതിയുടെ പ്രശ്നം ഉദിക്കുന്നില്ല എന്നാണ് വൈറ്റ് ഹൗസിന്റെ നിലപാട്. അതേസമയം ഇറാൻ അമേരിക്ക ധാരണയിലും വ്യക്തത കുറവുണ്ട്. ആണവ പരിശോധനയിൽ 2 തട്ടിലായതോടെയാണ് സമാധാന കരാറിൽ ആശയക്കുഴപ്പമുണ്ടാകുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട പരിശോധനയിലാണ് തർക്കവും ആശയക്കുഴപ്പവും. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അഥവാ IAEA പരിശോധനകൾക്ക് ഇറാനിൽ പ്രവേശനം അനുവദിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സമ്മതം നൽകിയിട്ടില്ല എന്ന് ഇറാൻ പറയുന്നുണ്ട്. സമാധാന കരാർ ഒപ്പിട്ട് ഒരാഴ്ച പോലും തികയും മുൻപ് തന്നെ കരാറിന്റെ അന്തിമ രൂപത്തെക്കുറിച്ചുള്ള സംശയവും ആശങ്ക ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. അതേസമയം തന്നെ ഇറാൻ അമേരിക്ക ചർച്ചകളിൽ ഇസ്രായേൽ ലെബനൻ ചർച്ചകളെക്കുറിച്ച് പരാമർശിക്കേണ്ട എന്ന് അമേരിക്ക നിലപാടെടുത്തു. ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്ന അമേരിക്കൻ വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോ ആണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത്. എന്നാൽ പശ്ചിമേഷ്യയിലെ സുരക്ഷ എന്നതിൽ ലെബനനും ഉൾപ്പെടുമെന്നാണ് ഇറാന്റെ നിലപാട്. അങ്ങനെ പല കാര്യങ്ങളാൽ കുഴഞ്ഞുമറിഞ്ഞു കിടക്കുകയാണ് കരാറിന്റെ ഭാവി. കരാർ ഒപ്പിട്ടെങ്കിലും സമാധാനത്തിലേക്കുള്ള വഴി സംഘർഷഭരിതമാകുന്നുവെന്നാണ് സൂചനകൾ. അതിനിടെ തങ്ങളെ ഇരുട്ടിൽ നിർത്തി ഇറാനുമായി കരാറിൽ ഏർപ്പെട്ട അമേരിക്കൻ നടപടിയിൽ പകച്ചുപോയ ഇസ്രായേൽ അമേരിക്കയുടെ സഹായമില്ലാതെ നിലനിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സൈനിക ആവശ്യങ്ങൾക്കായി അമേരിക്കയെ ആശ്രയിക്കുന്നത് ഇസ്രായേൽ ഘട്ടം ഘട്ടമായി കുറയ്ക്കണമെന്നും ആയുധ നിർമ്മാണം ശക്തമാക്കണമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഇറാനും അവരുടെ സഖ്യകക്ഷികൾക്കുമെതിരായ സൈനിക നീക്കങ്ങൾ ഇസ്രായേൽ അവസാനിപ്പിച്ചിട്ടില്ല എന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക നൽകി വരുന്ന പിന്തുണയെ ഏറെ വിലമതിക്കുന്നുണ്ട് എങ്കിലും ഇനി മുന്നോട്ടു പോകാൻ ഇസ്രായേലിന് സ്വന്തമായി സ്വതന്ത്ര ആയുധ നിർമ്മാണ സംവിധാനം അനിവാര്യമാണ്. നമ്മുടെ ആയുധങ്ങൾ നമ്മൾ തന്നെ നിർമ്മിക്കണം. ഇറാനെയും അവരുടെ സഖ്യശക്തികളെയും നമ്മൾ ശക്തമായി നേരിട്ട് കഴിഞ്ഞു. എന്നാൽ ഈ പോരാട്ടം ഇവിടെ തീരുന്നില്ല. അടുത്ത 30 വർഷത്തിന് ശേഷം നമ്മൾ എവിടെയായിരിക്കണം എന്നത് നമ്മുടെ ഇന്നത്തെ കരുത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് നെതന്യാഹു സൈനിക ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന പ്രതിരോധ ആയുധങ്ങളിൽ 2/3 നിർമ്മിക്കുന്നത് അമേരിക്കയിലാണ് എന്നും ഇതിന്റെ ചെലവ് വഹിക്കുന്നത് അമേരിക്കൻ നികുതിദായകരാണ് എന്നും US വൈസ് പ്രസിഡന്റ് JD വാൻസ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. ഇറാൻ കരാറിനെതിരായ ഇസ്രായേലിന്റെ നിലപാടിനെ വാൻസ് രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വിദേശ ആശ്രയത്വം അവസാനിപ്പിക്കുമെന്ന നെതന്യാഹുവിന്റെ പരാമർശം വരുന്നത്. സമാധാന കരാറുമായി മുന്നോട്ടു പോകുമ്പോഴും അമേരിക്കയിലുള്ള അവിശ്വാസം ഇറാൻ പരസ്യമാക്കുന്നുണ്ട്. അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളാത്ത ശത്രുവായാണ് ഇറാൻ കാണുന്നത് എന്നും വിദേശ ആധിപത്യം ഒരിക്കലും അംഗീകരിക്കില്ല എന്നും ഇറാനിയൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയുടെ ഉപദേഷ്ടാവ് അബ്ദുള്ള ഹാജി സാദേഗി പറയുന്നു. അതുകൊണ്ട് അമേരിക്കയുമായുള്ള ഇടപാടുകളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും ചർച്ചാ സംഘത്തോട് ആവശ്യപ്പെട്ടു.
ട്രംപിനെ രോഷാഗ്നിയിൽ മുക്കിക്കളയുന്നതുവരെ വിശ്രമിക്കില്ല എന്നുകൂടി സാദേക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡിൽ നടന്ന ഉന്നതതല ചർച്ചകളിൽ അമേരിക്കയും ഇറാനും പുരോഗതി രേഖപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രസ്താവന പുറത്തു വന്നത്. അതിനിടെ ഉപരോധങ്ങളിൽ ഇളവ് വരുത്തുന്നതിനും എണ്ണ കയറ്റുമതി പുനരാരംഭിക്കുന്നതിനുള്ള കാര്യങ്ങളിൽ ഇരുപക്ഷവും തമ്മിൽ ധാരണയിൽ എത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ നിർമ്മിത എണ്ണ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്ക് US ട്രഷറി വകുപ്പ് 60 ദിവസത്തെ താൽക്കാലിക ലൈസൻസ് നൽകിയതോടെ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം വീണ്ടും സജീവമായി തുടങ്ങിയിട്ടുണ്ട്. സമാധാന കരാറിന്റെ ഭാഗമായി ഹോർമൂസ് കടലിടുക്ക് തുറന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട്. ഇന്ത്യയിലേക്കുള്ള 11 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നതായി വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. ഇന്ത്യയിലേക്ക് അസംസ്കൃത എണ്ണ, പാചകവാതകം, വളങ്ങൾ എന്നിവയുമായി വന്ന ചരക്കു കപ്പലുകളാണ് ഹോർമൂസ് കടലിടുക്ക് കടന്നത്. 2 കപ്പലുകൾ ഇന്ത്യയിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് യാത്ര തിരിച്ചതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. യുദ്ധസമയത്തും ഇന്ത്യയിലേക്കുള്ള കപ്പലുകളെ കടന്നുപോകാൻ ഇറാൻ അനുവദിച്ചിരുന്നു. എന്നാൽ അമേരിക്ക ഹോർമൂസ് മേഖലയിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യൻ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. ഇന്ത്യൻ നാവികർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. G7 ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ട ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയം ഉന്നയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നതുമാണ്. തുറന്നുകിടന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതാണ് അമേരിക്കയെ കരാറിനായി പ്രേരിപ്പിച്ചത് എന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ വിശ്വസിക്കുന്നുണ്ട്. ഒരേ സമയം ഇറാന് നായകനും അമേരിക്കയ്ക്ക് വില്ലനുമായി ഹോർമൂസ് കടലിടുക്ക്. യുദ്ധം തുടങ്ങിവെച്ച അമേരിക്കയെ ലോകത്തിനു മുന്നിൽ വില്ലനായി കാട്ടാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം. ഹോർമൂസ് ഇനി ഒരിക്കലും യുദ്ധപൂർവ്വ ഹോർമൂസായി മാറില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പറയുന്നത് കടലിടുക്ക് ഇനി ഭരിക്കുന്നത് ഇറാനായിരിക്കുമെന്നാണ്. ഗാലിബാഫിന്റെ വാക്കുകളെ അവഗണിക്കാനാകില്ല എന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ വിശകലന വിദഗ്ധർ പറയുന്നത്. യുദ്ധം ആരംഭിച്ചതോടെ തങ്ങളുടെ തുറുപ്പുചീട്ടായി ഇറാൻ ഹോർമൂസിനെ ഉപയോഗിച്ചു. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഹോർമൂസ് അടയ്ക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയതാണ് ഇറാൻ. പക്ഷേ അതൊരു വെല്ലുവിളിയായി അമേരിക്കയോ മറ്റ് ലോകരാഷ്ട്രങ്ങളോ കണ്ടിരുന്നില്ല. എന്നാൽ ഇറാൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചപ്പോൾ അമേരിക്കയും ഞെട്ടി. ഇപ്പോൾ സമാനമായ ഒരു മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഇറാൻ ഹോർമൂസ് അടച്ചതോടെ ഇറാനെ തച്ചുതകർക്കാൻ കച്ചകെട്ടിയിറങ്ങിയ അമേരിക്കയ്ക്ക് പോലും മധ്യസ്ഥ ചർച്ചയ്ക്കായുള്ള ചർച്ചാ ടേബിളിലേക്ക് എത്തേണ്ടി വന്നു. അതല്ലെങ്കിൽ ഇറാൻ അമേരിക്കയെ അങ്ങോട്ട് എത്തിച്ചു എന്ന് പറയുന്നതാകും ശരി. കാരണം ആഗോള എണ്ണവാതക കയറ്റുമതിയുടെ 20% കടന്നുപോകുന്ന ഹോർമൂസ് അടച്ചതോടെ ആഗോള വിപണിയിലുണ്ടായ എണ്ണ പ്രതിസന്ധിയും വിലക്കയറ്റവും അമേരിക്കയടക്കം സകല രാഷ്ട്രങ്ങളെയും സമ്മർദ്ദത്തിലാക്കി. ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കുൾപ്പെടെ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന അമേരിക്കയിലും വിലക്കയറ്റമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് സഖ്യകക്ഷിയായ ഇസ്രയേലിനെ പോലും വകവയ്ക്കാതെ അമേരിക്ക മധ്യസ്ഥതയ്ക്കും സമാധാനത്തിനും മുന്നിട്ടിറങ്ങിയത്, വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്, ഇപ്പോഴും സമാധാന കരാർ യാഥാർത്ഥ്യമാക്കാൻ നടക്കുന്നതും. അതായത് ഹോർമൂസ് തങ്ങളുടെ വിലപേശൽ ആയുധമാണ് എന്ന് ഇറാൻ തിരിച്ചറിഞ്ഞുവെന്ന് സാരം. സമാധാന ശ്രമങ്ങൾക്കായി ചർച്ചകൾ നടക്കുന്ന സമയത്താണ് ഹോർമൂസിൽ ചുങ്കം അഥവാ ടോൾ ഏർപ്പെടുത്തുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചത്. ഹോർമൂസ് വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് ഇറാന് കപ്പം കൊടുക്കാതെ ഇനി പോകാൻ പറ്റില്ല എന്ന അവസ്ഥ വരുമെന്നാണ് ഇറാൻ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം. പതിറ്റാണ്ടുകളായി ഹോർമൂസിൽ ഇത്തരത്തിൽ ഒരു ടോൾ പിരിവ് സംവിധാനം നിലവിലില്ലായിരുന്നു. ഇറാനിയൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ഹോർമൂസ് ഇനി ഒരിക്കലും യുദ്ധത്തിന് മുൻപുള്ള ഹോർമൂസ് ആവില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥവും ചുങ്കം പിരിക്കും എന്ന് തന്നെയാണ്. തങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഹോർമൂസ് എന്ന് മനസ്സിലാക്കിയാണ് ഹോർമൂസിൽ ചുങ്കപ്പിരിവ് ഏർപ്പെടുത്താൻ ഇറാൻ ആലോചിക്കുന്നത്. ഹോർമൂസിൽ ഇറാൻ ടോൾ ഏർപ്പെടുത്തിയാൽ പിന്നീട് കടന്നുപോകുന്ന കപ്പലുകൾ വലിയ ഒരു തുക കപ്പം കൊടുക്കേണ്ടി വരും. ഇത് കപ്പൽ കമ്പനികൾക്കുണ്ടാകുന്ന അധിക ബാധ്യത വലുതായിരിക്കും. മാത്രമല്ല, അങ്ങനെ കടന്നെത്തുന്ന ചരക്കുകൾക്ക് അത് എണ്ണയാകട്ടെ വാതകമാകട്ടെ എന്തായാലും അതിന് വിലയും വർദ്ധിക്കും. ചുരുക്കത്തിൽ യുദ്ധം അവസാനിച്ചാലും വിപണിയും യുദ്ധപൂർവ്വ വിപണി ആയിരിക്കില്ല എന്ന് സാരം. വിലക്കയറ്റം തുടരുക തന്നെ ചെയ്യും.